രേഷ്മ ചെലതോ എന്ന ചാനലിൻ്റെ കണ്ടിട്ട് വന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ എനിക്ക് എൻ്റെ പഴയ ഫ്രണ്ട്സിനെയും അതേമാതിരി എൻ്റെ പഴയ ആദ്യം ഞാൻ താമസിച്ച വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെയും പിന്നെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ എങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഫോട്ടോസുകളൊക്കെ ഞാൻ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളാണ്. പിന്നെ ഈ ചിരിക്കുന്ന ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? നമ്മുടെ അടുത്തുള്ള ഒരു ഫേമസ് ഷോപ്പിൻ്റെ ഓണറാണ്. ഞാൻ എൻ്റെ ആൻറ്റീരെ മോളുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയായിരുന്നു. അവിടെ പോയി അവിടെ നിന്ന് ടിഫിൻ കഴിച്ചു, അവിടെ നിന്ന് ടീ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് എൻ്റെ ഹസ്ബൻഡ് നിർബന്ധപ്രകാരം ആളുടെ ഫ്രണ്ടിൻ്റെ കടയുണ്ട് ഇവിടെ, ടീ ഷോപ്പുണ്ട്. അവിടെ പോയി വീണ്ടും ടീ കുടിച്ചു, ഇഞ്ചി ടീ കുടിച്ചായിരുന്നു. പിന്നെ ഇത് മോമോസ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് കുറേ പ്രാവശ്യം എനിക്ക് വെച്ചിക്കണില്ലേക്ക് എന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ നിന്ന് ഇഡ്ഡലി പൊങ്കൽ അത് ഇതൊക്കെ ടിഫിൻ കഴിച്ചായിരുന്നു, വട അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഒരു ടീ കുടിച്ചു, പിന്നെ ഇവിടെ വന്നൊരു ടീ കുടിച്ചു. പിന്നെയും എനിക്ക് മോമോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റുന്ന വയറ് ഫുള്ളായിരുന്നു. ഞാൻ പറഞ്ഞു പിള്ളേരെ അജോരെ ചെല്ലം കൊണ്ട് പിന്നെ ഒരു ദിവസം വരാം, ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് കേൾക്കുന്നില്ല, ഒരേ നിർബന്ധം, കഴിച്ചേ പറ്റൂ. ആൾക്ക് വേണ്ട പക്ഷെ എന്നോട് കഴിക്കാൻ. എന്താ ചെയ്യുക, പിന്നെ നിർബന്ധിച്ച് നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് വാരി തന്നു. ആ 3 മോമോസും കുറച്ച് നേരം അവിടെ നിന്ന് വാരി തന്നു. ഞാനും വിചാരിച്ചു ശരി ഇങ്ങനൊരു ചാൻസ് നമുക്ക് പിന്നെ കിട്ടില്ല, അപ്പോൾ ശരി അവിടെ ഇരുന്ന് അതായത് എന്തായാലും വിശക്കുന്നില്ലെങ്കിലും എങ്ങനെയൊക്കെ കഴിക്കുക എന്ന് വിചാരിച്ച് കഴിച്ചു. വെജ് മോമോസാണ്, പക്ഷേ അവിടെ വെജ് മാത്രമല്ല പനീറുണ്ട്, ചിക്കനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പല ടൈപ്പ് ടീസും പിന്നെ ജ്യൂസ് കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്നാക്സ് ബിസ്ക്കറ്റ് വെജ് റോള്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുക എന്താണെന്നറിയോ, ഇതാണ് എന്തെന്ന് അതിൻ്റെ പേരെന്താ നമ്മ വാങ്ങിക്കുന്ന ബണ്ണിൻ്റെ പേരെന്താ, പാൽഗോവ. ബ്രെഡിൻ്റെ ഉള്ളിൽ ബണ്ണിൻ്റെ ബ്രെഡല്ല, പാൽഗോവ ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ബണ്ണുണ്ട് അവരുടെ കടയിൽ കിട്ടും. അത് ഞങ്ങൾ പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട്, അതൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറേ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ബണ്ണും പിന്നെ മുളപ്പിച്ച പച്ചപ്പയർ വെജ് റോള് അങ്ങനെ. പിന്നെ ഒന്ന് പുതിയ ടൈപ്പ് എന്തോ പിസ്സ, ബണ്ണിൽ പിസ്സയും ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ട് എന്തൊക്കെയോ ഉണ്ട്. പിന്നെ പല ഐറ്റംസും ഉണ്ട്, സ്നാക്സും ഉണ്ട്. നമ്മളതൊന്നും വാങ്ങിക്കാറില്ല. നമുക്ക് മെയിനായിട്ട് ഈ പാൽഗോവ ബണ്ണും പിന്നെ ടീയാണ് മെയിൻ അത് അവിടുത്തെ ഇഷ്ടം. മറ്റുള്ളവർക്ക് പലത് വേറെ പലത് ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഇന്നലെ ആദ്യമായിട്ട് മോമോസ് ഞാൻ കണ്ടത് അവരുടെ കടയിൽ, ആദ്യമൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ ചിക്കനുണ്ട്, വെജിൻ്റെ ഇതുണ്ട്, പിന്നെ വടയൊക്കെ ഉണ്ട്. അപ്പം മോമോസൊക്കെ ആണെങ്കിൽ ചൂടായിട്ട് തന്നെയാണ്, അപ്പോൾ ചൂടായിട്ട് തന്നെ കിട്ടുക. പനീർ മോമോ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ചട്നി അതിൻ്റെ കൂടെ കഴിക്കാണ്ടൊക്കെ ഉണ്ട്. പിന്നെ അത്ര വിലയൊന്നും ഇല്ല കേട്ടോ, കേട്ടപ്പോൾ തോന്നിയില്ല. പിന്നെ ഒക്കെ അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ് പറഞ്ഞത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇവിടെ അടുത്തൂടെ ഏരിയയിലുള്ളവരൊക്കെ ഒന്ന് അവിടേക്ക് പോവാം. നല്ലൊരു കടയാണ്, നല്ല ഇത് സർവീസും നല്ലതാണ്. പിന്നെ അവിടുത്തെ ഓണർ ഞങ്ങളുടെ ഫ്രണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അത് പറഞ്ഞാൽ മതി, രേഷ്മ ചെലതോ എന്ന ചാനലിൻ്റെ കണ്ടിട്ട് വന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, എന്ന് വെച്ചാൽ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞില്ല. അത് കാരണം ഞാൻ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും പറ്റുന്നവരൊക്കെ വരാം. നമ്മുടെ അമ്പത്തൂർ ടാക്കി തിയേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തേജ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്, പിന്നെ മഹാലക്ഷ്മി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഇതിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇവിടെയുള്ളവർക്കൊക്കെ പറഞ്ഞാൽ അറിയാം എവിടെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിശേഷം. അപ്പം അങ്ങനെ എൻ്റെ കാലത്തെ പരിപാടികൾ കാലത്തോട്ട് രാവിലെ വരെ ഉച്ച വരെ ഞങ്ങൾ പുറത്ത് തന്നെയായിരുന്നു. ഇതാണ് വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ മോമോസ് കഴിച്ചെന്ന് പറഞ്ഞില്ല, അപ്പം ആ ഷോപ്പാണിത്. അപ്പം അവിടേക്ക് ഞാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണിത്, അവരുടെ ഷോപ്പാണ്. പിന്നെ സ്പെഷ്യൽ മോമോസാ, വെജ് നോൺ വെജാ? வெஜ்ஜு தான் இருக்கா? எப்பவுமே வெஜ்ஜு தான். சிக்கன் இருக்கும், ஈவினிங் ஈவினிங் மட்டும் நான்வெஜ் இருக்கும். இல்லை வரும், இன்னைக்கு காலி ஆகிட்டு ஃபர்ஸ்ட் வந்துச்சு, அது மட்டுமே தான். இவெல்லாம் வெஜ்ஜு தான் உள்ள. இப்போ பன்னீர் அண்ட் வெஜ் ரெண்டு தான். என்ன ரேட்டு எவ்வளோ? 50 and 70. 70 எவ்வளோ? எத்தனை பீஸ் வரும்? 5 பீஸ் ஹோம் மேட். 5 பீஸ் 5 பீஸ் 50 രൂപ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ മോമോസ് കാണുന്നത്, ഇതുവരെയ്ക്കും കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചെന്ന് മാത്രം, എത്ര രൂപയാണ് വില, അങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ, പിന്നെ എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നൊക്കെ ചോദിച്ചെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾക്ക് മോമോസ് വാങ്ങിക്കാൻ ഉദ്ദേശമില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് വിശപ്പില്ല എനിക്ക്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് കഴിക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ക്രിസ്മസ് വரைക്കും നോൺ വെജ് കഴിക്കില്ല, പിന്നെ വെജ് കഴിക്കാമെന്ന് വെച്ചാൽ എനിക്ക് വിശപ്പില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യം ഇതിനെപ്പറ്റി വീഡിയോയുടെ ആദ്യം തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. അതായത് ഞങ്ങളൊരു ഫംഗ്ഷന് പോയിട്ട് വരാണ്, അപ്പോൾ ആ സമയത്താണ് ഇവിടെ കയറിയത്. അപ്പോൾ ഒരു ഇഞ്ചി ടീ കുടിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കയറിയത്. അപ്പോഴാണ് ഈ മോമോസ് കണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി വെറുതെ ചോദിച്ചെന്ന് മാത്രം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, പിന്നെ പാൽഗോവ ബണ്ണുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ ബണ്ണിനുള്ളിൽ പാൽഗോവ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ തരും. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടമാണ്, പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ശരി, അവർ സ്കൂളിൽ പോയി കയറുന്ന ചോദിച്ചാലേ, അപ്പം ശരി അവർക്ക് വാങ്ങിച്ചു കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ
ഉച്ചരിഞ്ഞ് കഴിക്കില്ലോ. അപ്പോൾ അത് കാരണം പാൽഗോവ ബണ്ണ് മാത്രം മതി, 3 പീസ് മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവിടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ പിന്നെ ആൾ അവർ 12 മണിയായിരുന്നു. 12 മണി കഴിഞ്ഞ് പിന്നെ ഇത് കുടിക്കും, എന്തെങ്കിലും ലിക്വിഡ്സൊക്കെ കുടിക്കും. അപ്പം ശരി, അപ്പം ഞാൻ ഇഞ്ചി ടീ പറഞ്ഞപ്പോൾ ആൾ കോഫി പറഞ്ഞു, കോഫി ആണെന്ന് പറഞ്ഞു. അപ്പോൾ കോഫി കുടിക്കാൻ ഞാൻ അത്ര ഓർത്തില്ല കേട്ടോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ 2 ഇഞ്ചി ടീ പറഞ്ഞേനെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തു, കോഫിയാണ് കുടിച്ചത്. കോഫി കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതും വാങ്ങിച്ചു, ഇത് മോമോസും വാങ്ങിച്ചു. അപ്പോൾ പക്ഷേ എന്താ പറയുക, ഞാൻ ഇഞ്ചി ടീ കുടിക്കാനായിട്ട് പുറത്ത് നിൽക്കായിരുന്നേ, പുറത്തേക്ക് വന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവിടെ കോഫിയൊക്കെ വാങ്ങിക്കും, മോമോസ് വാങ്ങിക്കുകയും ചെയ്തു. അപ്പം എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല മോമോസ് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ ഞാൻ കേട്ടെങ്കിൽ അപ്പോൾ അപ്പം സ്റ്റോപ്പ് ചെയ്തതാണ്. വേണ്ട, എനിക്ക് വേണമെങ്കിൽ തീരെ കഴിക്കാൻ പറ്റില്ല, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്താണ്. പിന്നെ ഈ ഷോപ്പ് വരുന്ന രാഖി തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്, പിന്നെ തേജ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ലൊക്കേഷൻ പറയുന്നത്. ഇത് ഞങ്ങൾക്ക് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ, വെറുതെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ പോകുന്ന ഷോപ്പാണ്. നല്ല എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത് മാത്രം. പിന്നെ എന്താ പറയുക, എനിക്ക് ഞാൻ പറയാമല്ലോ, ഞാൻ കഴിക്കുന്ന അവിടെ മെയിനായിട്ട് ഇഞ്ചി ടീയും പാൽഗോവ ബണ്ണാണ്. കാരണം അത് എനിക്ക് നല്ല സൂപ്പറാണ്. ബാക്കിയുള്ള ഐറ്റംസിനെ പറ്റി എനിക്ക് അത്ര അറിയില്ല. എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നതല്ലല്ലോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മോമോസ് വാരിത്തരുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ ഭാവിയിൽ എനിക്കിത് എടുത്ത് വെച്ച് പറയാമല്ലോ, എനിക്ക് അപ്പൊക്കെ വാരിത്തരുമായിരുന്നു, ഇപ്പോൾ എനിക്ക് ഇന്ന് വാരിത്തരുന്നില്ല എന്നൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ആ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, ഞെട്ടിക്കൽ മോമോസ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലിട്ടാണ് ഇട്ടത്. എന്താണെന്ന് വെച്ചാൽ ഇത് അജോലിക്കുമ്പോൾ ഞെട്ടിക്കൽ തന്നെയാണ്. ഈ ഷോർട്സ് കണ്ടിട്ട് അജോലി പറയുന്നത് എന്നല്ല പറയുക, എന്താ ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുവരാൻ, എന്താ ഞങ്ങളില്ലാത്ത സമയത്ത് നിങ്ങൾ എന്തിനെ പോയേ എന്നൊക്കെ ചോദിച്ചിട്ട് അജോലിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അജോലിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അജോലി പറയും, അപ്പം ഞാൻ പറഞ്ഞു അവിടെ ചിക്കൻ മോമോസ് ഉണ്ട് അജോലി. അപ്പം ഞാൻ പപ്പോട് പറഞ്ഞിട്ട് ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഉച്ചരിഞ്ഞ് പോയിട്ട് ചൂടോടെ അവിടെ പോയിട്ട് നമുക്ക് ചിക്കൻ മോമോസ് കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പപ്പോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു, അവനോട് സമാധാനിപ്പിച്ചിരിക്കുന്നു. പിന്നെ അത് ചൂടുള്ള കാരണം എനിക്കപ്പോൾ അവിടെ അങ്ങനെ പിന്നെ 3 പീസല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ശരി കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനും. പക്ഷേ എനിക്ക് അങ്ങോട്ട് വായിലാണ്ട് വെച്ചിട്ട് എനിക്ക് ഇറങ്ങുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിച്ചു കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അതാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് വൈകുന്നേരം ഞങ്ങളൊരു എൻഗേജ്മെൻറ്റിന് പോകുന്നതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് എന്ന് പറയാം, ആളുടെ മോളുടെ എൻഗേജ്മെൻറ്റാണ്, താഴെയുള്ള കുട്ടിയുടെ. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ അജോലി ട്യൂഷന് പോയി, അജോല പഠിക്കണമെന്ന് പറഞ്ഞിട്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവൾ ഉറക്കമായി. അപ്പോൾ പിന്നെ ശരി, ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് പോയത്. അപ്പോൾ അടുത്തല്ല എന്ന് വിചാരിച്ചിട്ട് ബൈക്കിൽ പോയത്. അപ്പോൾ ബൈക്കിൽ എന്താ പറയുക, സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ എന്താ പറയുക, സ്ഥിരമായിട്ട് ബൈക്കിൽ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ നമ്മൾ കയറുമ്പോഴേ ബൈക്കിലിരിക്കുമ്പോൾ ഒരു പേടിയാണ്. പിന്നെ മൊബൈൽ വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ബൈക്കിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ മൊബൈൽ പെട്ടെന്ന് നിലത്ത് വീഴുമോ അങ്ങനെയൊക്കെയുള്ള ഒരു പേടി. പിന്നെ അവിടെ എൻഗേജ്മെൻറ്റ് ഹാളിൽ എത്തിയപ്പോഴാണ് ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവം നടന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ അവിടെയുള്ള ഒരു പെൺകുട്ടീനെ കണ്ടു. ആ കുട്ടിക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടോ, കുട്ടികളൊക്കെ വലുതായി. അപ്പോൾ ആ ചെറിയ ചിലമാർ തന്നെ വലുതായില്ല എല്ലാവരും. അപ്പം ഇവിടെ ഒരു 12 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളുടെ ആ പരിചയം. അപ്പോൾ അവിടെ താമസിച്ചത് മുന്നായിരിക്കും, 12 വർഷത്തിന് മുമ്പായിരിക്കും ഞങ്ങൾ അവിടെ ആ ഭാഗത്ത് ഒരുമിച്ച് താമസിച്ചത്. അപ്പം അങ്ങനെ അവരെ കണ്ടു. പിന്നെന്താ, അതേമാതിരി അതായത് ഈ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്, അവരുടെ റിലേറ്റീവ്സാണ് ഇവരൊക്കെ. അതേമാതിരി ഈ കുട്ടിയുടെ പേര് അനിത തന്നെ. ഇതേമാതിരി വേറൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേര് അനിത തന്നെയാണ്. ആ കുട്ടീനെ കണ്ടു. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു കുട്ടിയായി, എല്ലാവർക്കും കുറേ കുട്ടികളൊക്കെ ആയി അങ്ങനെ. പിന്നെ കുറേ കുട്ടികളല്ല, 2 കുട്ടികൾ, ഒരു കുട്ടി, അങ്ങനെയൊക്കെയായി. പിന്നെ എന്താ പറയുക, ഞാനൊരു ഫ്ലോയിൽ ഇങ്ങനെ പറയുന്നത് മാത്രം കേട്ടോ, അല്ലാതെ പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇപ്പം അജോല അവിടെ ഇരുന്ന് അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക്. എനിക്ക് ഇപ്പോഴാണ് ഒരു മൂഡ് വന്നത് ഇതിന് വോയിസ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഇത് ഞാനിപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വീഡിയോ നോക്കിയിട്ടല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ പറയുന്നത് മാത്രം. പിന്നെ അങ്ങനെ. അപ്പോൾ ഈ അനിത എന്ന് പറഞ്ഞ കുട്ടി കണ്ടപ്പോൾ എനിക്ക് അവൾക്കും ഭയങ്കര സന്തോഷം, എനിക്കും ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമല്ലേ, അപ്പം പലർക്കും പല മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ പറഞ്ഞു, എനിക്ക് പ്രായം കൂടുതലാണ് തോന്നുന്നത്, എൻ്റെ ഹസ്ബൻഡ് പ്രായം കുറവായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ആ കുട്ടി പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഞാൻ അത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, വണ്ണൊക്കെ വെച്ച് ആകതായിപ്പോയില്ല. ഞാൻ ബോഡി ഷേമിങ് അതിനെപ്പറ്റി സംസാരിക്കില്ല. പക്ഷേ എല്ലാവർക്കും പല മാറ്റങ്ങളുണ്ട്, പ്രായത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വരുമല്ലോ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ലുക്ക് ഇപ്പോഴത്തെ ഭയങ്കര ചേഞ്ച് ആണല്ലോ. പക്ഷേ
അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ വണ്ണം കൂടുതലാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുന്നു അപ്പം ഞാൻ എന്തൊരു സ്ലിം ആയിരുന്നു എന്ന് എനിക്ക് തോന്നും. പിന്നെന്താ അങ്ങനെയുള്ള വിശേഷങ്ങൾ. പിന്നെ വേറെ ഒരു അനിത എന്ന് പറഞ്ഞല്ലോ, ആ കുട്ടി അപ്പോൾ നന്നായിട്ട് വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കാമായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് വെയിറ്റ് കുറച്ച്, എന്തൊക്കെയാണ് കഴിക്കുക എന്നൊക്കെ ചോദിച്ച് എല്ലാ ടിപ്സും എടുക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ഞാനൊന്നും ചെയ്യില്ല കേട്ടോ, അത് പറഞ്ഞ കാര്യം. എനിക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ ചോദിച്ചറിയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനത് ജീവിതത്തിൽ അത് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ അത് നടക്കില്ല എന്ന് മാത്രം. പിന്നെ ഒരു കാലത്ത് നടക്കില്ല, അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്താ ഇപ്പോൾ കണ്ടപ്പോൾ ഇപ്പോൾ ആ കുട്ടി കുറച്ച് വണ്ണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി ഇപ്പം എന്താ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കുട്ടിയൊക്കെ ജനിച്ചില്ല, അപ്പോൾ അതിന് ശേഷം അങ്ങനെ വണ്ണൊക്കെ വെച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വണ്ണം വെച്ചതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടി വന്നിട്ട് ഒരു 2 മാസം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്ത് 10 കിലോ കുറച്ചു വന്നു. അത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഷോക്കായി. എന്താണെന്ന് വെച്ചാൽ 10 കിലോ ഒക്കെ കുറയ്ക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കാര്യമില്ലേ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് ചെയ്തിട്ട് വെയിറ്റ് കുറയുകയാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യട്ടെ, എങ്ങനെയൊക്കെയാണ് വെയിറ്റ് കുറച്ചെന്നുള്ളത്. പിന്നെ അങ്ങനെ എൻഗേജ്മെൻറ്റിൽ പോയി. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇവരുടെ ഒരു അനിതര മാത്രമേ എടുത്തുള്ളൂ, മറ്റേ അനിതര എടുക്കാൻ ഞാൻ പെട്ടെന്ന് ഓർത്തില്ല കേട്ടോ. പിന്നെയാണ് ഞാൻ ആലോചിക്കുക, അയ്യോ അപ്പോൾ ഫോട്ടോ എടുക്കാമായിരുന്നു എന്നൊക്കെ പിന്നെ ആലോചിക്കും കേട്ടോ. അത് വേറെ കാര്യം. പെട്ടെന്ന് അങ്ങനെ തോന്നില്ല, ചില സമയത്ത് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണമെന്ന് തോന്നില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞു പിന്നെ ഇത് മാത്രമല്ല, എൻ്റെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ച 2 കുട്ടികളെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടി. എന്നുവെച്ചാൽ ഫേസ്ബുക്കിൽ കുറച്ച് പേരുണ്ട്, പക്ഷേ ഞാൻ ആ ഫേസ്ബുക്ക് ആദ്യം ഒരു 8-10 വർഷം മുന്നാണ്ട് ലോഗിൻ ചെയ്തായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനത് വിട്ടു. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ അതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ഇതായി. പിന്നെ അതിൽ ഇൻട്രസ്റ്റ് പോയി എന്നല്ല, പിന്നെ ആ ചെറിയ കുട്ടികളെല്ലാം ആയിരുന്നേ. അപ്പോൾ അവർ അത് ദുരുപയോഗം ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ച് വാട്സപ്പ് മാത്രമൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ വീണ്ടും ഓപ്പൺ ചെയ്തപ്പോഴാണ്. അപ്പോൾ ആദ്യം എൻ്റെ ഫേസ്ബുക്കിലില്ലാത്ത 2 പേരാണ് ഇപ്പോൾ അതിൽ വന്നത്, കിട്ടിയത്. അതിൽ ആ 2 പേരായിട്ട് എന്താ പറയുക, എനിക്ക് വാട്സപ്പിൽ ഇപ്പോൾ കോൺടാക്റ്റ് ഉണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ്. അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ കണ്ടു, അവരുടെ പിള്ളേരൊക്കെ വലുതായി, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അങ്ങനെ വായിസ് മെസ്സേജ് അയക്കുകയും വാട്സപ്പിൽ വായിസ് മെസ്സേജ് അയക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇനിയും കൂടുതൽ പേരായിട്ട് സംസാരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എൻഗേജ്മെൻറ്റ് ഹാളിൽ പോയപ്പം അവിടെ എടുത്ത വീഡിയോസാണ്. പിന്നെ ഇത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എടുത്തതാണ്, വെറുതെ എടുത്തെന്ന് മാത്രം, ഒരു രസം. അപ്പോൾ അങ്ങനെ വിശേഷം. അപ്പോൾ അങ്ങനെ 2 അനിതേനെ കിട്ടി എനിക്ക് ഇവിടുന്ന്. പിന്നെ അപ്പോൾ ഈ ഒരു അനിതയുടെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അനിതയുടെ നമ്പർ എൻ്റെ ഹസ്ബൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹസ്ബൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാമല്ലോ നമ്പർ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ 2 പേരെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഭാവിയിൽ നമുക്കിങ്ങനെ ഇവരൊക്കെ സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ, അല്ല ഇവരുടെ അടുത്ത് അങ്ങനെയൊക്കെ ഞാൻ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതിന് ശേഷം ഞാൻ വിചാരിച്ചിട്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇവരുടെ. പിന്നെ ഞാൻ പറയില്ല, ഈ ഫോട്ടോയിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ സാരി ഇട്ട് നിൽക്കുന്നില്ല, അതാണ് കേട്ടോ ഒരു അനിത. വളരെയധികം സന്തോഷമുണ്ട്, വീണ്ടും പറയാണ് അങ്ങനെ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ എന്താ പറയുക, ആൾക്കും എന്താ പറയുക, അവളുടെ മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അതിൽ സന്തോഷമായിരുന്നു. ഈ യെല്ലോ ചുരിദാറിട്ട് നിൽക്കുന്നില്ല, ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ നമ്പറൊക്കെ വാങ്ങിച്ച്, അതിൽ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്ത് അങ്ങനെ അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു, അങ്ങനെയൊക്കെ നടന്നു. പിന്നെ ഈ ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതൊരു എന്താ പറയുക, ഞാൻ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ വലുതായി, നമ്മുടെയും കല്യാണം കഴിഞ്ഞ് നമ്മുടെ പിള്ളേരും വലുതായി, അവരുടെ പിള്ളേരും വലുതായി, ഇങ്ങനെയൊക്കെ ഭാവിയിൽ ഫേസ്ബുക്കിൽ കാണും. അല്ലെങ്കിൽ അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫേസ്ബുക്ക് ഇല്ല, അപ്പോൾ എങ്ങനെ നമ്മൾ കോൺടാക്റ്റ് ഒന്നും ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ നോക്കിയപ്പം ഫേസ്ബുക്ക് വന്നു, അങ്ങനെയൊക്കെ വന്നു, പല സംഭവങ്ങൾ വാട്സപ്പായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ വാട്സപ്പിൽ അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും പിടിക്കുകയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ആയി. പിന്നെ ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് അവിടെ ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഞാൻ വീട്ടിൽ പോകുന്ന പറഞ്ഞപ്പം പറഞ്ഞില്ല, കടയിൽ പോയിട്ട് കട ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ പോകാമെന്ന്. എനിക്ക് ദേഷ്യം, എനിക്ക് വിഷമമായി. എന്താണെന്ന് വെച്ചാൽ ബാഗ് വീട്ടിൽ എത്താന്ന് ചോദിച്ചപ്പോൾ അവിടെ അജോറിയ ഉണ്ടാവും, അജോറിയ എന്തായാലും ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. എത്താന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, കടയ്ക്ക് പോയിട്ട് കട ക്ലോസ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിഷമമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ പിന്നെ എന്താ വിശേഷം എന്ന് വെച്ചാൽ, അപ്പം ഈ കുട്ടി ഫേസ്ബുക്കിൽ നിന്ന്, അവരുടെ പേര് പറഞ്ഞില്ലല്ലോ ഞാൻ, ഒരാൾ ഷാഗി, ഒരാൾ മോനിഷ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഫാമിലി ഫോട്ടോസ്, ഫസ്റ്റ് എനിക്ക് ഫോട്ടോസ് അയച്ചായിരുന്നു. എന്നാലും ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, ഏത് ഫോട്ടോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അയച്ചായിരുന്നു പറഞ്ഞപ്പോൾ അവരപ്പനെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇനി നാട്ടിൽ വരുമ്പോൾ, ഞാൻ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് കാണാം, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാം പറ്റുവാണെങ്കിൽ, അടുത്ത വെക്കേഷനോ ഏപ്രിലോ മെയ്യോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഉണ്ടെങ്കിൽ പറയാം, അപ്പോൾ നിങ്ങൾ വന്നോളൂ കാണാം നമുക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂൾ സെൻറ്റ് മേരീസാണ്. അവിടെയാണ് സെൻറ്റ് ഇബ്രാഹിം ഇതുള്ളത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എന്തായാലും അവിടെ കയറും. അതാകുമ്പോൾ ഒരു കോമൺ പ്ലേസ് ആവുമല്ലോ മീറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് അവരെ കാണണം, അതും എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് പിന്നെ കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്താണ് താമസം, എനിക്ക് അത്ര ഇത് തോന്നില്ല. അപ്പോൾ ഞാൻ ഇത്ര ദൂരെയുള്ള കാരണമേ അതെനിക്കൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം.